പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമായി ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത്, ഞാനൊരു പ്രൈവറ്റ് ചിട്ടി സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഞാൻ ചിട്ടിയുടെ കളക്ഷൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്താണ് ഒരു ചേച്ചി അനുസരിച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് അമ്മയെ കണ്ട് തൊഴുതിട്ട് പോകാനായിട്ടാണ് വന്നപ്പോൾ ആ ഉടമ്പടി ടോക്കൺ എടുക്കുന്ന സ്ഥലത്ത് ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. ആ ചേച്ചിയോടാണ് ഞാൻ ചോദിച്ചത്. ആ ചേച്ചി പറഞ്ഞു, പെട്ടെന്ന് എടുത്തോ, ഉടമ്പടി എടുക്കാനായിട്ടുള്ള ടോക്കൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം 9ാമത്തെ ടോക്കണാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അതിരാവിലെ ഇവിടെ വന്നിരുന്നു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുക്കുമായിരുന്നു. ഇവിടെ തൊഴാൻ വേണ്ടി വന്നതാണ് ഞാൻ. പെട്ടെന്ന് തന്നെ ഞാൻ ടോക്കൺ എടുത്ത് ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനൊരു ചിട്ടി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളൊരു പാവപ്പഴമുണ്ട്. ഒരു കസ്റ്റമർക്ക് ചിട്ടി കൃത്യസമയത്ത് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അത് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയുടെ കാശുരൂപം കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് ആ ചിട്ടി കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജോലിയെ ബാധിക്കും, എൻ്റെ ജോലി എന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവസരത്തിൽ ഞാൻ ശരിക്കും അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കാശുരൂപം കയ്യിൽ വെച്ചിട്ട് ഞാൻ ആ സിസ്റ്റത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റത്തിലുണ്ടെങ്കിൽ മാത്രമേ അവർ ലിസ്റ്റ് എടുത്ത് തരുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. വീണ്ടും അവരെന്നെ ഒന്നുകൂടെ ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ട്, ലിസ്റ്റ് അടിച്ച് തരാമെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം ഒരിക്കലും ലിസ്റ്റിലില്ലാത്ത ഒരു സാധനം കമ്പ്യൂട്ടറിൽ വരില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ വർഷങ്ങളായിട്ട് അവിടെയുള്ളൊരു കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് സഹായിച്ചു തന്നു. പിന്നെ എനിക്ക് ഏകദേശം ഒരു 10-20 വർഷത്തിന് ആയിട്ട് എനിക്ക് ഉറക്കം എന്നുള്ള പ്രശ്നം വലിയൊരു ഇതായിരുന്നു. ഉറങ്ങാൻ കിടന്നിട്ട് 12 മണിക്ക് ശേഷം എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഉറക്കം വരാതെ ഞാൻ എഴുന്നേറ്റിരിക്കുകയും വീട്ടിൽ ചിലപ്പം ഞാൻ വൈഫിനോട് പറയും, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ ചിലപ്പം പ്രഷർ കൂടുതലുണ്ടാകും. അപ്പോൾ അവരെന്തെങ്കിലും ഒരു മരുന്ന് തരും, ഞാൻ തിരിച്ചു പോരും. എങ്കിലും എനിക്ക് ഉറക്കം വരികയല്ല. ഞാൻ വെളുക്കുന്നവരെ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് അമ്മയുടെയും കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഒട്ടും പറ്റണില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് മാറ്റി തന്നെ ഒന്നും. വീട്ടിൽ എൻ്റെ വൈഫിന് പോലും അറിയില്ല. ഞാൻ 12 മണിക്കും 1 മണിക്കും രാത്രിയിൽ തനിയെ ബൈക്ക് ഓടിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. രാത്രിയിൽ വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല. വെളിയിൽ അമ്മയുടെ ആ രൂപത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകും. ഞാൻ ഗേറ്റ് തുറന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി കിടന്ന് കഴിയുമ്പോൾ പോലും വൈഫ് അറിയാമല്ലോ. പിറ്റേ ദിവസം രാവിലെ വൈഫിന് ടെൻഷൻ ഉണ്ടാവുണ്ടല്ലോ എന്ന് കരുതി ഞാനത് പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വൈഫ് അത് അറിയുന്നത് തന്നെ. പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിനൊരു മാറ്റം വന്നത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മനസ്സിലേക്കൊരു ടെൻഷൻ വരുന്ന സമയത്ത് തന്നെ ഞാൻ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ ഇനി വരല്ലേ അമ്മേ, എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് അതിൻ്റെ അപ്പുറം പോവില്ല. അതിന് മുമ്പ് ഞാൻ ഉറങ്ങും. എങ്ങനെയെങ്കിലും പിന്നെ ആ കാശുരൂപം ഞാൻ എൻ്റെ തല അടിയിൽ വെച്ചിട്ടാണ് ഞാനത് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു മാറ്റം എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഞങ്ങൾ തമ്മിലൊരു ഐക്യം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ വഴക്കും ബഹളമായിട്ട് അലസി പോകാറോ പതിവ്. അവരാരും തമ്മിലൊരു സഹകരണമോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കരോ വിളിക്കോ പറച്ചിലോ ഒന്നുമില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിനൊരുപാട് മാറ്റം വന്നു. എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും വിളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവർ അടുക്കാറുണ്ട്. അവരെ ശത്രുക്കളായിട്ട് കണ്ടവർ പലരും തന്നെ ഇപ്പോൾ മിത്രങ്ങളായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. കാരണം കളക്ഷൻ എടുക്കാനായിട്ട് പല സ്ഥലത്ത് വരെയും പോകണം. 40 കിലോമീറ്റർ ദൂരം പോയിട്ടാണ് തിരിച്ചു വരുന്നത്. ആ സമയത്ത് പലപ്പോഴും ഞാൻ രാവിലെ 10:30 ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയം തൊട്ട് ഉച്ചയ്ക്ക് 1:30 ഊണ് കഴിക്കുന്നവരെയും അമ്മയുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. വേറെ ഒരു കാര്യങ്ങളും ഞങ്ങൾ ആ ഊണ് കഴിക്കാനിരുന്ന സമയത്ത് മാത്രമേ ഞാൻ വേറെ എന്തെങ്കിലും കാണുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ കാണാറില്ല. പിന്നെ ഈ ഇന്നലെ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും ജോലി കഴിഞ്ഞ് വൈകിട്ട് 7:30 ആകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. മക്കൾ 2 പെൺകുട്ടികളാണ്. ഇളയാൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പുള്ളിക്കാരി തനിയെ പാചകം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇന്നലെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് എന്തോ പാചകം ചെയ്തിട്ട് 6 മണിക്കാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ വരുന്ന സമയം വരെ ഗ്യാസ് സ്ലിമ്മിലാണ് ഇരിക്കുന്നത്. റൂമിലേക്ക് കയറിയപ്പോൾ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സ്മെല്ലുണ്ട്. പക്ഷേ മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചതിൻ്റെ മണാന്ന് കരുതി ഞാനും വൈഫും അതൊന്നും നോക്കാതെ ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. സായന പ്രാർത്ഥന ഞങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് കയറുമ്പോഴാണ് ഗ്യാസ് ഓണായിരിക്കുന്നത് അറിയുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് ആ നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ വാതിലൊന്ന് തുറന്നായിരുന്നു. ആ സമയത്തായിരിക്കും ചിലപ്പം
എന്തോ ഇത് ഓഫായി പോയിരിക്കുകയാണ്, ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുക. മുറിക്കകത്ത് വന്നില്ലെങ്കിൽ അടുക്കളയിൽ ഫുള്ളായിട്ട് ഗ്യാസിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. അത് ഉറപ്പാണ്, തീർച്ചയായിട്ടും അമ്മ ആ സമയത്ത് വന്ന് എൻ്റെയും എൻ്റെ മക്കളെയും സംരക്ഷിച്ചത് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പ്രേക്ഷിത പ്രദർശനം എന്ന് പറയുന്നത് ഞാൻ ചെയ്തിരുന്നത്, ഇവിടുന്ന് പത്രം കിട്ടുമ്പോൾ അത് ബസ് സ്റ്റാൻഡിലും അറിയുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ടോക്ക് ഒരു ദിവസം പോലും മുടക്കാറില്ല. അത് എല്ലാ ദിവസവും 5:30 കഴിയുമ്പോഴത്തേക്ക് ആ സമയത്തിൽ ഞാൻ കാണാറുണ്ട്. അത് എൻ്റെ സുഹൃത്തുക്കൾക്കും എനിക്ക് പരിചയമുള്ളവർക്കും ഒരുപാട് പേർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വൈക്കത്ത് ഒരു മൂത്തേടത്ത് കാവിലൊരു അമ്മമാർ മാത്രം നടത്തുന്ന ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ പ്രായമായ അമ്മമാർ മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാനും വൈഫും കൂടെ ഞങ്ങൾക്ക് രണ്ടുപേരെയും കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരു വീതം എടുത്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് കൊടുത്തു. അവിടുത്തെ ഒരു മദർ നല്ല ഒരു അമ്മയാണ്. ആ അമ്മ വിളിക്കും, പറയും എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും കൊണ്ട് തന്നാൽ മതി എന്നേ പറയാറുള്ളൂ. എങ്കിലും ഇപ്പോൾ 2-3 മാസമായിട്ട് എൻ്റെ സുഹൃത്തുക്കളും ഞാൻ പോകുന്ന പല സ്ഥലത്തുനിന്ന് പലരോടും പറഞ്ഞ് അവരും കൂടെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ അവിടെ 2-3 അമ്മമാർക്ക് കാല് പൊട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായങ്ങൾ അവിടെ കിട്ടാറില്ലെന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കുറച്ച് ചെറിയൊരു തുക ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അവിടെ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ ഈ കൃപാസനത്തിൽ ചില റീലുകൾ കാണുമായിരുന്നു. അപ്പോൾ ഒരു റീല് കണ്ടപ്പോൾ അതിൽ ജപമാല വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാമെന്ന് കണ്ടു. ഞാൻ ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്തപ്പോൾ ആദ്യം 2 ദിവസത്തേക്ക് റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. 3-ാമത്തെ ദിവസം എനിക്കിങ്ങോട്ട് റിപ്ലൈ തരും. ഒരു സിസ്റ്ററാണെന്നാണ് പറഞ്ഞത്. എനിക്ക് ആരെന്ന് ഏതൊന്നും മുഖമൊന്നും കണ്ടില്ല. അതിലൊരു ഫോട്ടോ എന്ന് വെച്ചാൽ ജപമാല ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ എൻ്റെ അകത്തുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, ജപമാല ചൊല്ലാൻ അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല എന്ന് ഞാൻ വോയിസ് മെസ്സായിട്ടെ. അപ്പോൾ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇങ്ങോട്ട് ടൈപ്പ് ചെയ്തു, ജപമാല ഞാൻ അയച്ചു തരാം, എത്ര ചെല്ലേണ്ട രീതികളും ഞാൻ പറഞ്ഞു തരാമെന്ന്. 2 ദിവസം പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നോട് മെസ്സേജ് അയക്കുന്നത്. ഏകദേശം ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ്സിലേക്ക് 2 ജപമാലയും 1 ജപമാല ചെല്ലേണ്ട പുസ്തകവും വന്നു. അതിനുശേഷം ആ അഡ്രസ്സിലേക്ക് ആ നമ്പറിലേക്ക് ഒരു മെസ്സേജോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഏതാണെന്ന് പോലും മനസ്സിലായിട്ടില്ല ഇന്ന് വരെ. അത് അമ്മ തന്ന ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അത് സത്യമായ കാര്യമാണത്. കാരണം ഇപ്പോഴും ഇന്ന് വരെ ഞാനത് മുടക്കിയിട്ടില്ല ജപമാല. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അത് ചൊല്ലിയിട്ടേ ഞാൻ കിടക്കാവുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആദ്യമായിട്ട് ഞാൻ ബൈബിൾ വാങ്ങിച്ചിട്ട് പോയി. അതും എനിക്ക് സമയം കിട്ടുന്ന പോലെ സമയത്ത് ഞാൻ ചൊല്ലാറുണ്ട്. ഇത്രയും എല്ലാം ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അറിയിക്കുകയാണ്. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63:7-8 വചനമാണ്. ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. സുരക്ഷയുടെ ഉറപ്പിൽ നിന്ന് ഉയരുന്നതാണ് സന്തോഷം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എന്തൊക്കെ ജീവിതത്തിലുണ്ടായാലും ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്കതൊന്നും പ്രശ്നമല്ല. നമ്മുടെ ആനന്ദം ഒരിക്കലും നഷ്ടമാവില്ല. എൻ്റെ ആത്മാവ് എന്നോട് ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കേട്ടതിപ്പോൾ. ദൈവത്തോടുള്ള ഉറച്ച ബന്ധമുള്ളപ്പോഴാണ്, ഒരു നല്ല വിശ്വാസമുള്ളപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഈശോയിലും അമ്മയിലും ആശ്രയിക്കാൻ സാധിക്കുന്നത്. ഈ മകൻ ഉണ്ണികൃഷ്ണൻ തൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഷെയർ ചെയ്തത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയൊരു സംരക്ഷണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. മകൻ്റെ ജോലി പോലും നഷ്ടപ്പെടാവുന്ന ഒരു സമയത്താണ് തൻ്റെ ബാങ്കിലെ സിസ്റ്റത്തിൽ ഇല്ലാതിരുന്നൊരു പേര് അതെങ്ങനെ അവിടെ ചേർക്കാൻ സാധിച്ചു. ഒരുപക്ഷെ നമ്മുടെ സഞ്ചാരി മാതാവ്, നമ്മുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവായ ഈ അമ്മ ഒരുപക്ഷെ ഈ മകൻ്റെ സങ്കടം കണ്ട് അവനെ സഹായിച്ചതായിരിക്കാം. സഹോദരങ്ങൾ തമ്മിൽ 10-15 വർഷത്തോളം രമ്യതയിലല്ലായിരുന്ന ഈ കുടുംബം ഇന്നിപ്പോൾ നല്ലൊരു രമ്യതയിൽ സന്തോഷത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാണ് ഇവർ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു ഇടപെടലാണ്. ഉടമ്പടി ജീവിതത്തിൽ നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി നിബന്ധന അനുസരിച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നമുക്കൊരു നല്ലൊരു പുതിയ ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നത്. 20 വർഷത്തോളം മകൻ ഉറങ്ങാൻ സാധിച്ചില്ല. പല ഡോക്ടേഴ്സിനെയും കണ്ടു, ട്രീറ്റ്മെൻറ്റ് പലതും ചെയ്തു, പല ഒപ്പീനിയൻസാണ് കൊടുത്തത്.
അവസാനം ഈ സന്നിധിയിൽ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ അരികിൽ വന്നപ്പോഴാണ് ഒരു നല്ലൊരു സമാധാനപരമായി സന്തോഷമായിട്ട് ഈ മകനൊന്ന് ഉറങ്ങാൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്ന ആക്സിഡൻറ്റിൽ ആ ഗ്യാസ് തുറന്നു കിടന്ന ആ അവസ്ഥയിലും ഈശോയുടെയും അമ്മയുടെയും വലിയൊരു സംരക്ഷണമാണ് ഈ കുടുംബത്തിന് ലഭിച്ചത്. പിന്നെ ഈ മകൻ പറഞ്ഞ കൊന്ത കിട്ടിയ കാര്യമാണ്. ബാങ്കിലെ സിസ്റ്റത്തിൽ ഇല്ലാത്ത പേര് ചേർത്ത അമ്മ തന്നെ ആയിരിക്കാം ഈ മകനൊരു കൊന്ത കൊടുത്ത് കൊന്ത ചെല്ലുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈശോയും അമ്മയോടും ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം നമുക്ക് ചെയ്തു തരുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ മകൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു ഇടപെടലായിരുന്നു. കൊന്ത അയച്ചു കൊടുക്കുകയും കൊന്ത ചെല്ലുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് ഏതോ ഒരു സഹോദരി, ആരാന്നറിയില്ല. അതിന് മുൻപോ അതിന് പിൻപോ ഒരു കണക്ഷനും ഇല്ല, കൊന്തയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു കണക്ഷൻ. ഇതോ സഞ്ചാരി മാതാവാണോ? ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും അമ്മ ഇടപെടുന്നത്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഉടമ്പടി മക്കളുടെ ആഗ്രഹം അറിഞ്ഞ് നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരമ്മയാണ്. ഞാൻ പറഞ്ഞതുപോലെ, നമ്മൾ കേട്ടതുപോലെ, കാനായിൽ അവരുടെ വീട്ടിലെ ആഗ്രഹങ്ങളനുസരിച്ച് കുടുംബനാഥന് ഒരു അപമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മ ചെന്ന് ഈശോയോട് പറഞ്ഞത്. അതുപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും. നമ്മുടെ ഉടമ്പടി മക്കൾ വന്ന് കരയുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയോട് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കും സ്നേഹവും ദൈവസഹായവും അമ്മയുടെ സംരക്ഷണവും ഓർത്ത് ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് കരം പിടിച്ച് അവരുടെ കൂടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഉണ്ണികൃഷ്ണന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.